ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നാൽ കേട്ടോ. അടിയിലൊരു ടാപ്പിൻ്റെ ഇത് മാറ്റേണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗം കയറി അന്ന് 2 വർഷം മുമ്പ് നമ്മൾ പ്ലംബ് ചെയ്താണ്. അന്ന് ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാരപ്പൻ്റെ മേലെ കൂടെയാണ് കംപ്ലീറ്റ് ലൈൻ അടിച്ച് താഴെ ഭാഗത്ത് ഇറക്കിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ 2 വാട്ടർ ടാങ്കാണ് ഉള്ളത്. ഒന്ന് അടിയിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിൽ ഒരു വാട്ടർ ടാങ്കും, അതേപോലെ തന്നെ വർഷയുടെ അന്നത്തെ കാലഘട്ടങ്ങളിൽ സെൽഫ് ക്ലീനിങ് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടാങ്കും വെച്ചിട്ടുണ്ട്. ഒരു അവിടെ വരുന്നത് അത് ഫിൽറ്ററാണ് കേട്ടോ, ലൈൻ ഫിൽറ്ററാണ്. അത് ചെറിയ ലൈൻ ഫിൽറ്റർ ബ്രാസിൻ്റെ വരുന്നതാണ്. എയറും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ UPVC പൈപ്പാണ് നമ്മൾ പ്രഷർ പമ്പിന് വെച്ചിരിക്കുന്നത് കേട്ടോ. V-Guardൻ്റെ 1 HP വരുന്നൊരു പ്രഷർ പമ്പാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സോളാറിൻ്റെ താഴ്ഭാഗത്താണ് ഈ പ്രഷർ പമ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ NRV വെച്ച് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും അവർക്ക് ഡയറക്റ്റ് സാധാ പ്രഷറിൽ വെള്ളം കിട്ടും. മറ്റേതാകുമ്പോൾ ചെറിയ റിട്ടേൺ കയറിയിട്ടല്ലേ പോകാറ്. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോയിൽ പറയാറുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു മാത്രം കേട്ടോ.